അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. യെസ്, എന്റെ കഴിഞ്ഞ കൊല്ലത്തെയും ഈ കൊല്ലത്തെയും അതിന് മുമ്പത്തെ കൊല്ലത്തെയൊക്കെ വരുമാനം ഞാൻ കാണിച്ചു. ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു. ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോവാ. മറ്റേ പീഡഫൈൽ ചേട്ടൻ പറഞ്ഞില്ലായിരുന്നു 11 മാസം കൊണ്ട് ഞാൻ റിട്ടയർ ആയ കമ്പനി. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഈ ഒരു വൃദ്ധസദനം 2023 ഉണ്ടാക്കിയത് ഏകദേശം 729,160 പൗണ്ട്സാണ്. ഇങ്ങനെ തള്ളി 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 മലത്താണല്ലോ, എന്താണ് പറയുന്നത്? നീ ഒന്ന് പോടാ. അതുപോലെ തന്നെ 2024 ഉണ്ടാക്കിയത് 1.7 മില്യനും, ഏകദേശം ഇന്ത്യൻ റുപ്പി 21 കോടി വരും. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും. ഇൻകം സ്റ്റേറ്റ്മെന്റ് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പബ്ലിക്കിൽ കൊടുക്കാൻ പറ്റുന്ന റെക്കോർഡാണ്. പക്ഷെ സംശയമൊന്നുമില്ലല്ലേ? ഞാൻ പറഞ്ഞത് റിയാലിറ്റിയാ, കേട്ടിട്ടില്ലേ? റിയാലിറ്റി, യാഥാർത്ഥ്യം. നിങ്ങൾക്ക് വിശ്വസതയുള്ള, എനിക്ക് വിശ്വസതയുള്ള ആൾക്കാരെ, അതായത് ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സിനെ ടാഗ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇത് വന്ന് വെരിഫൈ നിങ്ങളോട് പറയാവുന്നതേ ഉള്ളൂ. നിന്റെ അപ്പാപ്പനെ വിറ്റ കാശ് എന്റെ കേട്ടാ. പിന്നെ മറ്റേ ചേട്ടൻ പറഞ്ഞ മറ്റേ രണ്ടാമത്തെ അക്കൗണ്ട് സോപ്പുമ്പത്ത് ഉണ്ടാക്കുന്ന കമ്പനി ഓട്ടോസ്പൈ എക്സ്പ്രസ്, അതിന്റെ അക്കൗണ്ട് ഇപ്പൊ കാണിച്ചു തരാം. എന്തോ നടാ ഇത്, മനുഷ്യരെ പറ്റിച്ചത് പോരെ. ചേട്ടൻ ചോദിച്ചായിരുന്നല്ലോ ആ കമ്പനിയിൽ എന്തുകൊണ്ടാണ് 0 എംപ്ലോയീസ് എന്നുള്ളത്. താൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അത് ഇല്ലല്ല. പക്ഷെ അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നതായി താൻ വിശ്വസിക്കുന്നല്ലേ ഉള്ളൂ. കമ്പനി അധികം എമൗണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതായത് 109,320 ആണ് കഴിഞ്ഞ കൊല്ലം അത് ഉണ്ടാക്കിയത്. അത് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അത്രയും പൈസ ഉണ്ടാക്കാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. 50 രൂപ ലാഭം കിട്ടുമോ? 50 രൂപ. അപ്പൊ തട്ടിപ്പന്റെ പരിപാടി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കൊള്ളാം. സ്കാം എന്ന് പറയുന്ന കുണ്ണുകൾ പറഞ്ഞൊന്നും ഞാൻ കേൾക്കാൻ പോണില്ല. ഇത് എന്നെ ഉദ്ദേശം, എന്നെ തന്നെ ഉദ്ദേശം, എന്നെ മാത്രം ഉദ്ദേശം. സൗമ്യമായി സംസാരിക്കൂ മാത്തുക്കുട്ടി. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. ഞാനൊരു 3 ആലിഗേഷൻ പറഞ്ഞായിരുന്നു അൻവിന്റെ അടുത്ത്. അൻവിൻ ആകെ പറയാനുള്ളത് അൻവിന്റെ P&L കഥയാണ്. പോട്ടെ സാധേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. അൻവിന്റെ P&L UK താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാം. P&L പബ്ലിക് ആയിട്ടുള്ള സാധനമാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? പക്ഷേ ഒരു കമ്പനിയുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് പബ്ലിക് ആയിട്ടുള്ള സാധനമാണ്. ഇവൻ ഒരു എക്സലിനകത്ത് ഞാൻ കാണിക്കട്ടെ, എനിക്കൊരു കമ്പനി ഉണ്ട്, 10 കോടിയാണ് എന്റെ കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് ഞാൻ കാണിക്കട്ടെ. ഒരു എക്സൽ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റാത്ത കാര്യമാണോ? ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. പൊന്നു മോൻ അൻവിനെ നീ UK അക്കൗണ്ട്സ് കാണിക്കേ. ഇവന്റെ ഭാവിയിൽ മണ്ണിടാനല്ല, ഇവൻ ഈ കരക്കാരുടെ കണ്ണിൽ മണ്ണൊഴിച്ച് കത്തിക്കാതിരിക്കാനാണ് ഞാൻ വന്നത്. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ക്യാമറ